ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നുള്ളത് കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ പേരക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. പേരക്ക കൊണ്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് 2 വലിയ പേരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേരക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതുമല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പേരക്ക കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ പേരക്ക ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു പഴുപ്പായ പേരക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടാവും. എന്താ വെച്ചാൽ ഉപ്പും പുളിയും എരിവൊക്കെ കൂടി പിടിക്കുമ്പോൾ, മധുരമൊക്കെ കൂടി പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ വരിക. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പേരക്കൊക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കല്ലേ. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി അച്ചാർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറൊക്കെ മതി അതിട്ട് കൊടുത്താൽ. ഞാൻ ഒത്തിരി അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സുറുക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് അച്ചാർ പൊടിയൊന്നും ഇടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ നോക്കിയിട്ട് നമ്മൾ എത്ര പേരൊക്കെ എടുത്തുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സുറുക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒത്തിരി മുളകും പൊടിയും വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. എല്ലാവരും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ പേരക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേടിക്കാനൊക്കെ കിട്ടുന്ന ഐറ്റം അല്ലേ. അപ്പോൾ സുറുക്കൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു നല്ലൊരു മണവും ഒരു പ്രത്യേക ഒരു സ്വാദും ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ്. അന്നൊക്കെ എല്ലാവരും ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. ഇപ്പോഴും പല ആൾക്കാരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഇതേപോലെ പേരൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല നമ്മൾ മാങ്ങ ഉപ്പിട്ട് കഴിക്കണ പോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പേരയ്ക്കൊക്കെ ഒരു മധുരം ഉണ്ടെങ്കിൽ ആ മധുരത്തിൻ്റെ ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇത്തിരി മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ഒന്നല്ല, സാധാ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതും കൂടി വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു കളറും ഉണ്ട്. അപ്പം നമുക്ക് കഴിക്കാനും തോന്നുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് വെക്കേഷൻ ടൈമൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികൾ ടി വി ഒക്കെ കാണുമ്പോൾ അവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കൂട്ടുകാർക്കും കൂടി എൻ്റെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കൂട്ടാ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.